ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് വന്നിട്ടുള്ളത് മുട്ടിറക്കുന്നതിനെ കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, സ്വാമി മുട്ടിറക്കുന്നത് എങ്ങനെയാണ്, എന്നൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്. മുട്ട് എന്നും ഇറക്കാം. നിത്യപൂജയിലൊക്കെ എന്നും നമുക്ക് മുട്ടിറക്കാം. കാലത്ത് ഇറക്കാം, കാലത്ത് മുട്ടിറക്കും, വൈകിട്ടുള്ള പൂജയിലേക്ക് മുട്ടിറക്കും, അങ്ങനെ നിത്യപൂജയ്ക്കൊക്കെ മുട്ടിറക്കും. എന്നാലും പ്രധാനം ലാലൂർ ദേവസ്ഥാനത്ത് പ്രധാന വഴിപാടുകളിലൊന്നാണ് മുട്ടിറക്കിയിൽ. അത് ദോഷപരിഹാരങ്ങൾക്കുള്ള ചെറിയൊരു പരിഹാരം ആണ് ഈ മുട്ടിറക്കുക. ഈ ലാലൂർ ദേവസ്ഥാനത്ത് പ്രധാനമായിട്ട് 2 ദിവസമാണ് മുട്ടിറക്കുന്നത്, അതായത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. കൂടുതലും വെള്ളിയാഴ്ച വൈകിട്ട്, ചൊവ്വാഴ്ച വൈകിട്ടൊക്കെയാണ്. ഒരു 6:30-ക്ക് ശേഷമാണ്, 6:30 വരെ എടുക്കുള്ളൂ മുട്ടിറക്കണത്. അതായത് ഇത് ഓരോ അവരുടെ നാളും പേരും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ 6 മണിക്ക് ഉള്ളിലെങ്കിലും കിട്ടിയാലാണ് മുട്ടിറക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പൈസ ഇടുന്നവരൊക്കെ ഉണ്ടാവാം. അത് അടുത്ത ദിവസത്തേക്കുള്ള മുട്ടിലേക്കാണ് പരിഗണിക്കുക. അപ്പോൾ 2 തരം മുട്ടാണുള്ളത്. ഒന്ന് സാധാരണ മുട്ടിറക്കും, പിന്നെ ആരെങ്കിലും ജ്യോതിഷികളൊക്കെ പറഞ്ഞിട്ട് കുരുതിയിലേക്ക് ആവാഹിച്ച്, ശത്രു സംഹാര കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടിറക്കണം. ഗുളിക മുട്ടിറക്കും, മറ്റേ എന്താ പറയുക, ചൊവ്വയുടെ ദോഷങ്ങൾക്ക് ചൊവ്വ മുട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുട്ടുകളുണ്ട്. പല ജ്യോതിഷന്മാർ പല രീതിയിലുള്ള മുട്ടുകളാണ് പറയാം. അതായത് അതൊക്കെ കുരുതിയിലേക്ക് ആവാഹിച്ചുള്ള മുട്ടാണ് പറയാം. അതിനെ കുരുതി കൂട്ടി അതിനെ ആവാഹിച്ചെടുത്ത് മുട്ടിറക്കുന്നതിനാണ് കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ട്. ഞാൻ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ കാണാം. അപ്പോൾ ഏകദേശം മനസ്സിലാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് മുട്ടിറക്കുന്നത്. സാധാരണ ദിവസങ്ങൾ മുട്ടിറക്കും, കൂടുതലും ഈ നൈവേദ്യങ്ങളൊക്കെ അർപ്പിച്ച്. അതായത് ചൊവ്വയും വെള്ളിയാണ് നമ്മൾ നൈവേദ്യങ്ങൾ അർച്ചിട്ടുള്ള ശാക്തേയ പൂജയാണത്. ചെറിയ ശാക്തേയ പൂജ, വലിയ ശാക്തേയ പൂജ അല്ല, നൈവേദ്യ കലശാനല്ല അത് പറഞ്ഞാൽ. അതായത് മദ്യം, കരിക്ക്, പായസം, 5 മൂർത്തികൾക്ക് പായസം, 5 മൂർത്തികൾക്ക് കരിക്ക്, 4 മൂർത്തികൾക്ക് മുറുക്കാൻ, 4 മൂർത്തികൾക്ക് തമക്ക്. തമക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യം. തമക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യത്തിലൊന്നാണ് തമക്ക്. അതായത് അരി വറുത്ത് പൊടിച്ച് അതിൽ ശർക്കരയും നാളികേരം പഴമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതിനെയാണ് തമക്ക് എന്ന് പറയാം. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുക. അതാണ് ഞാൻ അരി വറുത്ത് എന്നുള്ളത് പറയാൻ കാരണം. അത് ചിലർ വേറെ പേരായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നൈവേദ്യങ്ങൾ അർപ്പിച്ച് പുഷ്പാഞ്ജലികളൊക്കെ കഴിഞ്ഞിട്ടാണ് മുട്ടിറക്കുക. മുട്ടിറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫലം കാര്യങ്ങളൊക്കെ പറയാതെ, ദോഷങ്ങൾ വലുതുണ്ടോ, അതായത് ദോഷങ്ങൾ മാറിയോ, ചെയ്ത ദോഷങ്ങൾ, നമ്മൾ മുട്ടിറക്കുന്ന ദോഷങ്ങൾ മാറാനല്ലേ. അപ്പം ദോഷങ്ങൾ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് എന്താണ് അതിൽ പരിഹാരങ്ങൾ, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ. മുട്ടിറക്കുമ്പോഴാവും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ കൂടുതൽ കാണിക്കുക. ആ കാണിക്കുന്ന ദോഷങ്ങളെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ഫലം നമ്മൾ പറയും. മുട്ടിറക്കിയ നാളികേരം മുട്ടിറക്കുന്നതിനൊക്കെ ഒരു ഫലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെയാണ് മുട്ടിറക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ഇത് ഇവിടെ മുട്ടിറക്കാനായിട്ട് അതും കൂടി ഞാൻ പറയാം, ഇനി അതൊരു സംശയമായിട്ട് വരണ്ട. സാധാരണ മുട്ടിറക്കാനായിട്ട് 251 രൂപയാണ് വാങ്ങിക്കുക. 251 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലവിലേക്കാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ദക്ഷിണയായിട്ടോ അല്ലെങ്കിൽ 50 രൂപയുടെ നാളികേരം വാങ്ങിച്ചിട്ട് 200 രൂപ ഞാൻ ദക്ഷിണയായിട്ട് എടുക്കും എന്നല്ല ചെയ്യുന്നത്. അതായത് നൈവേദ്യാർപ്പണം ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ലൊരു തുകയുണ്ട്. ഒരു കുപ്പി ബ്രാൻഡിക്ക് എത്ര രൂപ വരും എന്ന് അറിഞ്ഞൂടെ. അതുപോലെ തന്നെ 5 മൂർത്തികൾക്ക് കരിക്ക്, പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് സ്റ്റാളിൽ ഏറ്റവും നല്ല ആപ്പിളാണ് നമ്മൾ വാങ്ങിക്കുക, ഏറ്റവും നല്ല അനാറാണ് വാങ്ങിക്കുക, ഏറ്റവും നല്ല മാമ്പഴമാണ് വാങ്ങിക്കുക, ഏറ്റവും നല്ല മുന്തിരിയിൽ ഏറ്റവും നല്ല മുന്തിരിയാണ് വാങ്ങിക്കുക. കേടുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ എന്നിട്ട് ആ മഞ്ഞ നിറത്തിലുള്ളൊരു നാരങ്ങയുടെ പേര് മറന്നു, വിദേശിയായിട്ട് ഒരെണ്ണം വരുന്നില്ലേ അത്. അതുപോലെ തന്നെ സാധാരണ നാരങ്ങയുടെ സീസണാണെങ്കിൽ നാരങ്ങ, പൈനാപ്പിളൊക്കെ ഏറ്റവും നല്ല പൈനാപ്പിൾ, നല്ല കേടൊന്നുമില്ലാത്ത അതുപോലെയൊക്കെ ഉള്ളതാണ്. പിന്നെ മുറുക്കാൻ, വെറ്റിലടയ്ക്ക മുറുക്കാൻ, പായസം, കടും പായസം, അതുപോലെ തന്നെ നൈവേദ്യങ്ങൾ, ഇതൊക്കെ അർപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മുട്ടിറക്കുക. ആ മുട്ടിറക്കുന്നതിന് അതിൻ്റെ ഗുണങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ
ലാലൂർ ദേവസ്ഥാനത്തെ ഒരു വലിയൊരു വഴിപാടായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേര് മുട്ടിറക്കം വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഫലപ്രാപ്തി ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുള്ള അറിവാണ്. പലരും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ഇടാറുണ്ട്, സമയം കിട്ടാറില്ല. കുറേ നാളായി ഇപ്പോൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട്, അതായത് നല്ല തിരക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെ കാരണം ഞാൻ ഇത്തിരി നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാനായിട്ട് വരാറില്ല. യൂട്യൂബിൽ തന്നെ വളരെ കുറവ്. പിന്നെ യൂട്യൂബിൽ ഇട്ടാലും അധികം പേരൊന്നും കാണാനും ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുന്നവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടിറക്കാനായിട്ട് 1001 രൂപയാണ് വാങ്ങിക്കുന്നത്. അതായത് ഇതിൻ്റെ നൈവേദ്യ ചെലവുകളൊക്കെ ഉള്ളതാണ്. ഒരുപാട് നൈവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് സ്വാമീനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് മുട്ടിറക്കുന്നത്. അതിനൊക്കെയാണ് സാധാരണ മുട്ടിന് 251, കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ടിറക്കുന്നതിന് 1001 രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതും കൂടിയും പറഞ്ഞുതരാം. നമ്മളെല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പറയാണ്ട് ഇനി വിളിച്ചാലാണ് പറയുള്ളൂ. വിളിക്കുമ്പോൾ 501 രൂപ 601 രൂപ എന്ന് പറയാനൊന്നല്ല. അത് കൃത്യമായിട്ട് നമ്മൾ അതുപോലെ നൈവേദ്യ കലശത്തിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ആരും. എന്നോട് പലരും പറയാറുണ്ട്, സ്വാമി മാത്രമാണ് കേട്ടോ ഈ നൈവേദ്യ കലശത്തിൻ്റെയൊക്കെ ബില്ല് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ എന്ന്. ഞാൻ ഇവിടെ സാധനങ്ങളുടെ പൈസ മാത്രമാണ് വാങ്ങിക്കുക. ഇത് കാശുണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളതല്ല. നമ്മളൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ സാധനങ്ങൾ ഇവിടെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുടെ പൈസ മാത്രമാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി പൈസ കൂടുതലായിരിക്കാം. കുറവ് ചെയ്യാൻ പറ്റുന്നിടത്ത് കുറവ് ചെയ്യുക. ഇവിടെ ലാലൂർ ദേവസ്ഥ ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റേതായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചകൾ ചെയ്യാണ്ടാണ് ഞാൻ അവിടെ പൂജാഗാദി കർമ്മങ്ങൾ ചെയ്യുള്ളൂ. ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യില്ല. പൂജയിലും ചെയ്യില്ല, നൈവേദ്യത്തിലും ചെയ്യില്ല, ഒരു കാര്യത്തിലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചിലവ് കൂടുതലാണ് തന്നെ. ചിലവ് കൂടിയാലും സ്വാമിയുടെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അത് പലരും നോക്കാറില്ല. നിത്യം ഒരുപാട് മുട്ടിറക്കാനൊക്കെ വരാറുണ്ട്. മുട്ടിറക്കുന്നതിനൊക്കെ ഫലപ്രാപ്തി ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതുവരെ ഫലപ്രാപ്തി ഇല്ലയെന്ന് ആരും പറയണ കേട്ടിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ മുട്ടിറക്കിയതിൻ്റെ പിറ്റേ ദിവസം അയ്യോ മുട്ടിറക്കിയിട്ട് ഞങ്ങൾക്ക് ഗുണങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. മുട്ടിറക്കുമ്പോഴേക്കും ഫലപ്രാപ്തി ഉണ്ടാവുക എന്ന് പറയണത് അതും ആലോചിക്കാമെന്നുള്ള കാര്യം. അങ്ങനെ ഒരു പരാതി മാത്രമാണ് എനിക്ക് മുട്ടിറക്കിയതിൽ ഇതുവരെ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. അതായത് മുട്ടിറക്കിയതിൻ്റെ പിറ്റേ ദിവസം സ്വാമി പറയണമെന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും എനിക്കിത് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഏത് മുട്ടിറക്കിയത് ഇന്ന് വന്ന് അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അതും പറയാം. അപ്പോൾ ബാക്കി ഇതുവരെയിട്ടൊന്നും അങ്ങനെ മുട്ടിറക്കിയിട്ട് ഇതുവരെയായിട്ട് ഒരാൾക്കും ഗുണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ കൃത്യമായിട്ട് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇട്ടുതരാം. ഓക്കെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.